ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാഹിസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അവിൽ വിളയിച്ചതാണ്. അവിൽ വിളയിച്ചതിന് ആവശ്യമായ സാധനം അവിൽ 100 ഗ്രാം എടുത്തു വച്ചിട്ടുണ്ട്. ചുമന്ന അവിലാണ് എടുത്തു വച്ചിരിക്കുന്നത്. അരമുറി തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് എടുത്തു വച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ എള്ള് എടുത്തു വച്ചിട്ടുണ്ട്. 10 ഉണക്കമുന്തിരി, 10 അണ്ടിപ്പരിപ്പ്, ചുക്ക് പൊടിച്ചത് 1 ടീസ്പൂണ്, 50 ഗ്രാം കപ്പലണ്ടി എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ശർക്കര ഉരുക്കി വച്ചിരിക്കുന്നതാണ്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വറുത്ത് എടുക്കുക. നല്ല ഉണക്ക തേങ്ങ തന്നെ ആയിരിക്കണം ഇതിനെടുക്കേണ്ടത്, എന്നാലേ രുചി കൂടുതലായിട്ട് കാണുക. തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ കോരിയെടുക്കാം. ഇനി നമുക്ക് അതിൽ തന്നെ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് വറുത്ത് കോരാം. കപ്പലണ്ടി നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്കതിൽ കശുവണ്ടി ഇട്ട് കൊടുക്കാം. അതും ചുവന്ന് വരുന്നതിന് മുന്നേ നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ഉണക്കമുന്തിരി, ഇനി അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് ചൂടാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കതിനെ കോരിയെടുക്കാം. ഇട്ട് ചൂടാക്കി എടുക്കാം. തേങ്ങ നല്ലതുപോലെ അങ്ങ് ചുമന്ന് വരെയൊന്നും വേണ്ട. ഒത്തിരി വെള്ളത്തിൻ്റെ അംശം മാറി കിട്ടിയാൽ മതി. ഇത് തോനെ ദിവസം ഇരിക്കാൻ വേണ്ടി അല്ല ഉണ്ടാക്കുന്നത്. ഇത് 2-3 ദിവസം ഇരിക്കുന്ന തരത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ട് മൂന്ന് ദിവസം ഇരിക്കുന്നതിന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒത്തിരി കൂടെ അതിന് ശേഷം ശർക്കര പൊടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ഇതായി വന്നതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. ഇനി തേങ്ങയും ശർക്കരയും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം, അവിലിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. 2 പ്രാവശ്യമായിട്ട് അവിലിടാം. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം.
എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിൽ കൂടെ കപ്പലണ്ടി വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എള്ള് മുറിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ചുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അതും കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. അവിൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ട്രൈ ചെയ്യുക. എല്ലാ പേർക്കും ഇഷ്ടപ്പെടും. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.